പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായാൽ സ്നേഹിക്കപ്പെട്ടവരെ, എൻ്റെ മക്കളെ, ഞാൻ ഏറെ ആലോചിക്കുകയായിരുന്നു എന്തുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെക്കാൾ മോശമായി ജീവിക്കുന്നത്. ചില ബോധ്യങ്ങളുടെ കുറവ് കൊണ്ടല്ലേ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു, എന്തിനെപ്പറ്റിയാണ് ഈ ബോധ്യമില്ലായ്മ? ഒത്തിരി കാര്യങ്ങളെപ്പറ്റിയുണ്ട്. അറിവില്ലായ്മ, ബോധ്യമില്ലായ്മ. അറിവില്ലായ്മ, അത് നമുക്ക് മനസ്സിലാക്കാം. അറിവുണ്ടായിട്ടും ബോധ്യമില്ലാത്തവരുണ്ട്. എന്നെപ്പോലുള്ള വചനപ്രഘോഷകർ ഏറെ കാര്യങ്ങൾ ഉദാഹരണമായിട്ട് അറിവുള്ളവരാണ്. വൈദികർ, മെത്രാന്മാർ അറിവുള്ളവർ, എങ്കിലും ബോധ്യമില്ല പലതിനെപ്പറ്റി. അതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യമില്ല. ഉദാഹരണമായിട്ട് നമ്മളെല്ലാം യേശുക്രിസ്തുവുമായി, ദൈവവുമായി ഉടമ്പടി ചെയ്ത ഉടമ്പടിയുടെ മക്കളാണ്. ഞാൻ വായിക്കട്ടെ. ജെറമ്യാ പ്രവാചകൻ അധ്യായം 32 വചനം 40. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്നും പിന്തിരിയാതിരിക്കുവാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ഞാൻ ഒരിക്കൽ കൂടി അതിൻ്റെ പകുതി ഭാഗം വായിച്ചോട്ടെ. എന്നോടുള്ള ഭക്തിയിൽ നിന്ന് പിന്തിരിയാതിരിക്കുവാൻ അവരുടെ ഹൃദയത്തിൽ ഭക്തി നിക്ഷേപിക്കും. ഹല്ലേലൂയ. അതെ, നമുക്കറിയാം കർത്താവിൻ്റെ കൽപ്പന മുഴുഹൃദയത്തോടെ, മുഴുവാത്മാവോടെ, പൂർണ്ണശക്തിയോടെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പ്രമാണങ്ങൾ കാക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ പ്രമാണങ്ങൾ കാക്കുന്നവരായിരിക്കും. യോഹന്നാൻ നമുക്ക് വായിച്ച് നമുക്കറിയാം. 14:20 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പാലിക്കും. ഈ സ്നേഹത്തിനുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം ചെയ്യാതിരിക്കുന്ന ഒരു ജീവിതം, തിന്മയിൽ നിന്ന് മാറിയുള്ള ജീവിതമാണ് ഭക്തി. അല്ലാതെ കൈകൂപ്പി തല ഒടിഞ്ഞ് പള്ളി ഒടിച്ച് തോളയിടുന്ന അല്ല, മുഖം മ്ലാനമായിട്ട് പള്ളിയിരിക്കുന്ന അല്ല ഭക്തി. തിന്മയെ വെറുക്കലാണ്. അത് ബൈബിൾ പഠിപ്പിച്ച് നിങ്ങളോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പല പ്രസംഗങ്ങളും കേട്ടിട്ടുമുണ്ട്. എങ്കിൽ മക്കളെ, നമുക്ക് അത് ബോധ്യമാകൂ. എൻ്റെ ഉള്ളിൽ ഈ നിക്ഷേപം കർത്താവ് തന്നു. ഈ നിക്ഷേപം ഞാൻ പറയും കർത്താവിനോട് ബന്ധമാണ്. അതാണ് ഉടമ്പടി. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഉടമ്പടി എപ്പോഴും കർത്താവിനോടാണ്, മനുഷ്യരോടല്ല, പുണ്യവാന്മാരോടല്ല, പുണ്യപരിയുള്ളവരുമല്ല. ദൈവമായ കർത്താവ്, രക്ഷകനായ കർത്താവ്. ഇനിയും ഇതൊരു മുദ്രയാണ്. മുദ്ര, നമുക്ക് മുദ്ര എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ ഒരു മാർക്കാണ്. നമുക്കറിയാം, ഓരോ സീലടിക്കാന്ന് പറയും. നമ്മളോരോ ബില്ല് മേടിക്കുമ്പോഴും ഒരു ഔദ്യോഗിക കത്ത് കൊടുക്കുമ്പോഴും അതിൻ്റെ ആധികാരികത പറയുന്നതാണ് ഈ സീല്. നമ്മളെല്ലാം മുദ്ര വെച്ചിരിക്കുക. ഞാൻ പലപ്പോഴും ഓർക്കും, കൊല്ലാൻ പോകുന്ന കാളയ്ക്ക് കൊടുക്കുന്ന മുദ്ര. പണ്ടൊക്കെ കൊല്ലാനുള്ള കാളയ്ക്കും പോത്തിനൊക്കെ ഒരു സീലടിക്കുമായിരുന്നു. അതുപോലെ നമ്മളും സീലടിക്കപ്പെട്ടവരാണ്. ഈ നമുക്കറിയാം, നമ്മളെയും കൊല്ലാൻ കൊണ്ടുവന്ന പോലെയാണ്. നമുക്കറിയാം, ഏറെ പേര് യേശു നാമത്തിൽ വധിക്കപ്പെടുന്ന കാലഘട്ടം, അല്ലെങ്കിൽ പരിത്യജിക്കപ്പെട്ട കാലഘട്ടങ്ങൾ, പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടങ്ങൾ, ഇതൊക്കെ ഓർക്കുക. നമ്മൾ വായിക്കുന്നു എഫേസോസ് അധ്യായം 1:13. രക്ഷയുടെ സത്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്ന നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാം രക്ഷയുടെ സത്വാർത്ത എന്ന് പറഞ്ഞാൽ സുവിശേഷം, സത്യത്തിൻ്റെ വചനം കേൾക്കുന്നവരും കേട്ടവരും അതിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. എങ്കിൽ പറയാണ്, പരിശുദ്ധാത്മാവിനാൽ യേശുവിൽ നമ്മൾ മുദ്രിതരായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ തന്നെ ആത്മാവിൻ്റെ മുദ്ര നമ്മുടെ ഉള്ളിലുണ്ട്. ഈ മുദ്രയാണ് മക്കളെ തിന്മയിലേക്ക് പോകാതെ നന്മയിൽ മാത്രം നിൽക്കാനുള്ള ശക്തി. ഇത് നേടിയെടുക്കണം. അതുപോലെ എഫേസോസ് അതേ പുസ്തകം 4:30 പറയുന്നു,
രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഈ മുദ്ര നമ്മളിൽ എപ്പോഴും ആഴമായി, പ്രകടമായി, വ്യക്തമായി സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിക്ഷേപമാണ് ഇത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് നന്മയിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാതിരിക്കാൻ, ദൈവസ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാതിരിക്കാൻ, തിന്മയിലേക്ക് ഒരിക്കലും പോകാതിരിക്കാനുള്ള ഈ ആത്മീയ ശക്തി, കരുത്ത് നമുക്ക് നേടിയെടുക്കണം. ഹല്ലേലൂയ. ഇത് നേടിയെടുത്ത പല വ്യക്തികളെ നമുക്ക് ചരിത്രത്തിൽ അറിയാം. എഴുതപ്പെട്ട ഒരു വലിയ വ്യക്തി നമുക്കറിയാം, വിശുദ്ധ പൗലോസ്ലീഹായെ നമുക്കറിയാം. പാപത്തിൽ ജീവിച്ചവൻ, ക്രിസ്തുവിനെ അനുകരിച്ചവനും പീഡിപ്പിച്ചവൻ, ക്രിസ്തീയത ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ എല്ലാ പരിശ്രമവും ഔദ്യോഗികമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചറിഞ്ഞവൻ, ഡമാസ്കസിൽ വെച്ചുള്ള മാനസാന്തരത്തിൽ അത് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ കടന്നു വന്നു. അപ്പോൾ അവന് കൊടുത്ത ദൂത് എന്തായിരുന്നു? എൻ്റെ നാമത്തെ പ്രതി എത്രമാത്രം ഇവൻ സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അത് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 9:16 അനനിയാസ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞതാണ്. അന്ന് പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത, കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത, ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത സത്യം ഇവൻ എത്ര സഹിക്കേണ്ടി വരും. അപ്പോൾ ഈ ആത്മീയ ശക്തിയെ കൂടുതൽ ബലപ്പെടുത്തുവാൻ സഹനങ്ങളിലൂടെ കടന്നു പോയേ മതിയാവും മക്കളെ. ഒരു പക്ഷേ പൊന്നുരുക്കുന്ന പോലെ, വെള്ളി ഉരുക്കുന്ന പോലെ നമ്മൾ ഉരുക്കപ്പെടും. അപ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് സഹനങ്ങളെ ഒരിക്കലും ഭയപ്പെടേണ്ടതല്ല, വെറുക്കേണ്ടതല്ല. അതിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. നമ്പർ 1, നമുക്ക് സമാധാനം, സന്തോഷം, കൃപയെല്ലാം കിട്ടുന്നത് ഇനിയും അതിൻ്റെ സ്രോതസ് നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് ആ മുദ്ര, അതായത് ആത്മാവിൻ്റെ മുദ്ര. അത് ആ ദൈവവുമായുള്ള ഉടമ്പടി, ഈശോയുമായുള്ള ഉടമ്പടിയിൽ നമുക്കറിയാം. ഓരോ ദിവ്യബലിയിലും വരികം പറയുന്നത് പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. ഈ രക്തത്താലാണ് എഴുതപ്പെട്ടിരിക്കുന്ന ഈ മുദ്ര ഉറപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയും. ഹല്ലേലൂയ. അത് മാഞ്ഞു പോകാൻ പാടില്ല. മരണം വരെ അത് ഉണ്ടായിരിക്കണം. മരിച്ചു കഴിഞ്ഞാലും ഈ മുദ്രയുള്ളവരാണ് ഒന്നിച്ച് കൂട്ടപ്പെടുന്നതും സ്വർഗത്തിൽ ഒന്നായിരിക്കുന്നതും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് കൂടുതൽ നമുക്ക് പൗലോസ് പറഞ്ഞ എന്താണ്? ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്ന് എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയുമുണ്ട്. നോക്കൂ, ആ മനുഷ്യൻ പറഞ്ഞത്, അവനാണ് പറഞ്ഞത്. എന്ത്? ഒരാൾക്ക് ഭൗമിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. അപ്പോൾ ജ്ഞാനസ്ഥാനത്തിലൂടെ ആത്മീയ ശരീരമുള്ള നമ്മുടെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയും ഉണ്ടായിരിക്കണം. ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന ബോധ്യം ആഴപ്പെടുത്തുവാൻ. എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടവുമാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ 1:20-21 നിങ്ങൾക്കെല്ലാം കാണാതറിയാം. ഞാൻ വെറുതെ ആവർത്തിച്ച് പറഞ്ഞെന്ന് മാത്രം. നമുക്ക് നെഞ്ചത്ത് കൈവച്ച് നമ്മോട് തന്നെ ചോദിച്ചു നോക്കാം. എന്നിൽ, എൻ്റെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ ശരീരത്തിൽ, യേശുവിൻ്റെ ആ ഉയർപ്പിക്കപ്പെട്ട, മഹത്വീകരിക്കപ്പെട്ട ശരീരവുമായി ഒന്നായിരിക്കുന്ന ശരീരത്തിൽ, മാമോദിസയാണ് എനിക്ക് ആ ശരീരം കിട്ടിയത്. ഇതിൽ ഞാൻ മരണം വഴിയോ അല്ലെങ്കിൽ ജീവിതം വഴിയോ അവനെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ടാണ് ഈ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത്. കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും. ജീവിച്ചിരിക്കുകയാണെങ്കിലും സഹനമായാലും ബുദ്ധിമുട്ടായാലും എന്തായാലും യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് പറയണം. സന്തോഷത്തിൽ ശക്തി, ഈ ആഴത്തിലുള്ള ശക്തി ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, നമുക്ക് ആ ജെറമ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ ആ കർത്താവുമായുള്ള ഉടമ്പടി ആഴമാക്കുക. ഇന്ന് ആ ഉടമ്പടി പലരും ആഴമാക്കിയിട്ടില്ല. കാരണം പരിധി നടക്കുകയാണ്. പലയിടത്തും പോയി പല പുണ്യവാന്മാരുമായിട്ട് ഉടമ്പടി നടത്തിയിട്ട് ഭൗമിക കാര്യങ്ങൾ നേടാനായിട്ട് അതിനുവേണ്ടി കാശും കൊടുക്കും. അവരെല്ലാം കാശുണ്ടാക്കുന്നു. നമുക്ക് കാശ് കൊടുത്തുള്ള ഉടമ്പടിയല്ല. ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും യേശുക്രിസ്തുവുമായി ആത്മാവിലൂടെ ഉടമ്പടി. ഹല്ലേലൂയ. ഈ ഉടമ്പടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കൽപ്പനകളും പ്രമാണങ്ങളും ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. എൻ്റെ ഉള്ളു മന്ത്രിക്കും, എൻ്റെ മനസ്സാക്ഷി പറയും അത് തെറ്റാണ്, ഇത് ശരിയാണ്, ഇത് ചെയ്യണം, അത് ചെയ്യരുത്.
അപ്പോൾ അങ്ങനെ ഒരു മനസ്സാക്ഷിയുടെ ഉടമയും കൂടി ആയിത്തീരും ഈ ആഴമായ മുദ്ര നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ. ഇത് മക്കളെ ഉണ്ടാകട്ടെ. അതായത് അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. ഈ ഉടമ്പടി ചെയ്താൽ കർത്താവ് എപ്പോഴും നമുക്ക് നന്മ ചെയ്യും. അല്ലെങ്കിൽ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടി അതിന് ചോദിക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യം അന്വേഷിക്കൂ, ബാക്കിയെല്ലാം തരാമെന്ന് പറഞ്ഞ കർത്താവ് ഇത് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നന്മ അത് ഞാൻ എപ്പോഴും കൊടുക്കും. എന്നോട് ഉടമ്പടി ചെയ്ത് എൻ്റെ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർക്ക് ഞാൻ എപ്പോഴും നന്മ വർഷിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയുകയാണ്, അതെ, അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ഉറപ്പുവരുത്തു. ആ കൈകൾ നെഞ്ചത്തോട് ചേർത്ത് വയ്ക്കൂ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം മക്കളെ. കാരണം നമ്മുടെ കർത്താവ് ഈ ചെറിയ വീഡിയോ കേട്ട ഓരോരുത്തർക്കും ഈ ബോധ്യം കൊടുക്കണമേ. മാമോദീസായിലൂടെ കണിശമാറ്റും ദൈവമായി ഉടമ്പടി ചെയ്തവരാണ് ക്രിസ്ത്യാനികൾ. കർത്താവ് വിശ്വാസ പ്രാണം ഏറ്റെടുത്തപ്പോൾ അതാണ് പറഞ്ഞത്. കാരണം നമ്മുടെ കർത്താവെ യേശുവിൽ വിശ്വസിക്കുന്ന വചനം പാലിക്കുന്നവരാണ് ഇപ്പോൾ എന്നെ ശ്രമിക്കുന്നവർ. കാരണം നമ്മുടെ കർത്താവെ ഇവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് അങ്ങ് പിന്തിരിയില്ല എന്നുള്ള വാഗ്ദാനം എപ്പോഴും നിറവേറ്റുമെന്ന് എനിക്കറിയാം. അങ്ങ് എല്ലാ നന്മ മാത്രമേ ചെയ്യൂ. എല്ലാം തന്നെ സ്നേഹിക്കുന്നവർക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നാഥ, ഇവരുടെ ഹൃദയത്തിൽ ഈ നിക്ഷേപം, ഈ മുദ്ര, ഈ ശക്തി ആഞ്ഞ് പതിയട്ടെ, ആഞ്ഞിറങ്ങട്ടെ. ഓരോ നിമിഷവും, അത് 24 മണിക്കൂറും അല്ല 365 ദിവസവും ഇതേപ്പറ്റി ധ്യാനിക്കാനും ഇത് കൊണ്ടുനടക്കുന്നവരുമായിരിക്കട്ടെ. ഇത് മായ്ക്കാത്ത മുദ്രയായി എവിടെ പോയാലും, ആഹാരം കഴിക്കുമ്പോഴോ ചന്തയിൽ പോകുമ്പോഴോ എവിടെ പോയാലും ഒരിക്കലും ഈ മുദ്ര മാഞ്ഞു പോകാത്ത വിധത്തിൽ ആരുമാറ്റി ഇടപെട്ടാലും ഈ മുദ്ര പോകാതിരിക്കത്തക്ക എന്ന് പറഞ്ഞാൽ ഈ ദൈവഭക്തി തിന്മയെ വെറുക്കൽ, ആ തിന്മയെ വെറുക്കാനുള്ള ശക്തിയിൽ ഇവരെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഇതിനെപ്പറ്റി ബോധ്യം അങ്ങ് കൊടുക്കണമേ. ഇവർ അഭിഷിക്തരാണ്. അത് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈ ഭക്തി ഇവരിൽ അഭിഷേകം ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴും ഉണർത്തണമേ എപ്പോഴും. അങ്ങ് അവസാനം കർത്താവേ, ജീവിതമാകട്ടെ മരണമാകട്ടെ എന്ത് സംഭവിച്ചാലും, വേദനയാകട്ടെ സങ്കടമാകട്ടെ ഇല്ലായ്മയാകട്ടെ കടമാകട്ടെ, ഈ ഭക്തിയിൽ നിലനിൽക്കാൻ അനുഗ്രഹം കൊടുക്കൂ. മക്കളെ, നിങ്ങൾ ഓരോരുത്തരെയും യേശുവിൻ്റെ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മാവിൽ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ഈ ദൈവഭക്തി ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.